ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. സർക്കാർ ഹെലികോപ്റ്റർ സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ യാത്രയിൽ ചിലവായ ഫണ്ട് എവിടെ നിന്നാണ് ഈടാക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണം. പ്രളയ ദുരിതാശ്വാസത്തിനോ അടിയന്തര ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ അല്ല, മറിച്ച് തികച്ചും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് 2 തവണ ഹെലികോപ്റ്റർ പറഞ്ഞത്. മുൻ സർക്കാരിൻ്റെ കാലത്ത് നാടിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കാണ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭരണാധികാരികൾ സ്വന്തം സുഖ സവാരിക്കാണ് അത് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ ഭാഷയിൽ നിയമസഭയിൽ പ്രസംഗിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ താൻ ചെയ്ത എല്ലാ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം മറന്ന് അദ്ദേഹം പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറവി രോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ജനങ്ങളുടെ നികുതിപ്പണം വായുവിൽ പറത്തിക്കളയുന്ന ഇത്തരം നടപടികളിലൂടെ ഭരണ സംവിധാനത്തിൻ്റെ ഊന്നൽ എന്തിലാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് രഹസ്യമായി ഹെലികോപ്റ്ററിൽ കർണാടകത്തിലേക്ക് ബാംഗ്ലൂരിലെത്തേക്ക് പോയത് എല്ലാവരും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതുവരെ എന്തിനാണ് പോയത്, ആരാണ് ഹെലികോപ്റ്റർ ഏർപ്പാട് ചെയ്തത്, ആരുമായിട്ടൊക്കെ തന്നെ ബാംഗ്ലൂരിൽ ചർച്ച നടത്തി, എന്ത് വിഷയമാണ് ചർച്ച ചെയ്തത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം. ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞുപിടിച്ച് പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരും അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആ അധ്യായം അടഞ്ഞതായി കണക്കാക്കുന്ന രീതിയാണ് ഉള്ളത്. പൊതുമുതൽ ദുരുപയോഗം ചെയ്ത ഈ യാത്രയുടെ മുഴുവൻ ചെലവും മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതാണ് സാമാന്യ മര്യാദ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത് താൻ എന്തും ചെയ്യും, തന്നെ ആരും ചോദ്യം ചെയ്യണ്ട, താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന തെറ്റാണ്, താൻ ബുദ്ധിജീവിയാണ്, ബാക്കിയുള്ളവരെല്ലാം ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിചാരിക്കില്ലേ എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എനിക്കെതിരെ നടത്തിയ പ്രസംഗം കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും നടത്തിയിട്ടുള്ള പ്രസംഗമല്ല. അത് കഴിഞ്ഞ ശേഷം അസംബ്ലിയിൽ വന്ന് ഈ കാര്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രസംഗം നടത്തിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നാക്കെടുത്താൽ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി അധംപതിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. അത് വേണമെങ്കിൽ തർക്കമുണ്ടെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥ വഹിക്കുന്ന ഒരാളുടെ മുന്നിൽ അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഭരണത്തലവനാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. ആ മുഖ്യമന്ത്രി നിരന്തരമായി ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുക, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംബന്ധിച്ച് മന്ത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വാഭാവിക നടപടിയാണ്, സ്വാഭാവിക യാത്രയാണ്, ഇതിലൊന്നും വലിയ വിവാദമൊന്നും കാണേണ്ട കാര്യമില്ല.
കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ യാത്രയെ കോൺഗ്രസ് അങ്ങനെ വിമർശിച്ചിട്ടൊന്നുമില്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. വി ഡി സതീശൻ ഞാൻ പിന്നെ അങ്ങനെയാണെങ്കിൽ മുരളീധരനെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ മുരളീധരനോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ സഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വി ഡി സതീശൻ പ്രസംഗിച്ച പ്രസംഗം ഒന്നെടുത്ത് അദ്ദേഹം നോക്കണം. ബഹുമാനപ്പെട്ട പിന്നെ അന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരുന്നു. ഞാനന്ന് സഭയിലുണ്ട് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ. അന്ന് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിനെ സംബന്ധിച്ചിടത്തോളം എത്ര രൂക്ഷമായ ഭാഷയിലാണ് പിന്നെ പ്രസംഗിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. അപ്പം ഇതൊന്നും പിന്നെ ശ്രീ മുരളീധരൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. മുരളീധരൻ തൻ്റെ നിലനിൽപ്പ് നോക്കി കാര്യങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. തൻ്റെ തൽക്കാലത്തേക്കുള്ള നിലനിൽപ്പുണ്ടല്ലോ, അത് നോക്കി കണ്ണും കേട്ടും നിന്ന് പഠിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു ഇവിടുത്തെ ഈ ചില പത്രങ്ങളുടെ ഒരു രീതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പിന്നെ ഈ മഴക്കെടുതി ഉണ്ടായി, 9 പേർ മരിച്ചു. നമ്മൾ നേരെ ഏറ്റവും ഒടുവിലുണ്ടായ പ്രളയത്തെ പോലെ തന്നെ ഒരു പ്രളയമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനം മുഴുവൻ പകച്ചു നിൽക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സമയത്ത് എന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതാണ് മുഖ്യമന്ത്രി. എന്നാൽ അടിയന്തര പ്രാധാന്യമുള്ള ഔദ്യോഗിക കടമകൾ കാറ്റിൽ പറത്തി പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവിൻ്റെ വസതിയിലെ സൽക്കാരത്തിൽ പങ്കുചേരുകയാണ് മുഖ്യമന്ത്രി. അത് പത്രങ്ങളിൽ മുഴുവൻ വന്നിട്ടുണ്ട്, പ്രിന്റ് മീഡിയസിൽ മുഴുവൻ വന്നിട്ടുണ്ട്. നാടൊട്ടുക്കും ജനങ്ങൾ ഭീതിയിലും നിരാശയിലും കഴിയുമ്പോൾ വിഭവസമർത്ഥമായ വിരുന്നുകൾ മുഴുകുന്ന മുഖ്യമന്ത്രിയുടെ നടപടി യഥാർത്ഥത്തിൽ ഇത് LDFിൻ്റെ മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ചില പത്രങ്ങളുണ്ടല്ലോ, അവരെന്തായിരിക്കും പിന്നെ ഇത് യഥാർത്ഥത്തിൽ ഒരു റോം കത്തിയെറിയുമ്പോൾ നീറോ വീണം വിട്ടുന്നതിന് തുല്യമാണ് എന്നതുപോലെയാണ് ഇത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഇത്രയും വലിയ പിന്നെ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യം ഈ പദവിക്ക് യോജിച്ചതാണോ? മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ശേഷം അയാൾ ദുരന്ത നടന്ന സ്ഥലത്ത് പോകേണ്ടതല്ലേ? ചിക്കനും മട്ടനും അതുപോലുള്ള പിന്നെ വിഭവസമൃദ്ധമായ കാര്യങ്ങളാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? 9 പേർ മരിച്ചു, മറ്റേ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോയി ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുകയാണോ ചെയ്യേണ്ടത്? 2 മഹാപ്രളയങ്ങളും കോവിഡും വന്നപ്പോൾ അന്ന് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. അന്ന് നിങ്ങൾ എന്തെല്ലാം ആരൊക്കെ പറഞ്ഞാലും മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ തന്നെയായിരുന്നു. ഇച്ഛാശക്തിയോടുകൂടി ഭരണം നടത്തുവാൻ ശ്രീ വി ഡി സതീശൻ പിണറായി വിജയനെ മാതൃകയാക്കാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ UDFിൻ്റെ മുഖ്യമന്ത്രിയുടെ തനിനിറം എന്ന് തന്നെ പറയണം, കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇത്രയും നാൾ ഉണ്ടായിരുന്ന നിറമല്ല ഇപ്പോൾ ഉള്ള നിറം എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്.